അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ അനുഗ്രഹത്താൽ ഫലസ്തീനിലുള്ള നമ്മളുടെ സഹോദരങ്ങൾക്ക് അല്പമൊരാശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരുപാട് സന്തോഷ നിമിഷങ്ങളുണ്ടായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള വീടുള്ള സൗകര്യങ്ങളുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ടവരെത്തിയിരിക്കുകയാണ്. ഇനി ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉദിച്ചുയരണം അവർക്ക്. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മെല്ലെ മെല്ലെ പതിയെ വളർച്ചയുടെ മുന്നിലേക്ക് അവർക്ക് കടന്നു വരണം. അതിന് ലോകത്തിൻ്റെ സഹായം ആവശ്യമാണ്. സത്യത്തിൽ എല്ലാ രാജ്യങ്ങളും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇങ്ങനെയൊക്കെയാണെങ്കിലും പൂർണ്ണമായി വെടിനിർത്തൽ സീസ്ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിനുശേഷവും ഗാസ സിറ്റിയിൽ എത്ര ആളുകളെയാണ് കൊന്നുകളഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പോലും ഒരുപാട് ആളുകളെ അവിടെ 2 കൂട്ടരായി വേർതിരിഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. സായുധ സംഘത്തിന് അത് ഇസ്രയേലിൻ്റെ കൂലിപ്പട്ടാളമായി അവിടെ നിലനിൽക്കുകയാണ്. അവരും ഹമാസും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു. അശാന്തിയുടെ മൂടുപടം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഗാസയിലുള്ളത്. ആ അശാന്തിയുടെ മൂടുപടം മാറി സന്തോഷത്തിൻ്റെ, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ പൊൻപുലരിക്ക് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കാം. ലോകം ഇത്രമേൽ ഭീകരമായി കണ്ട ഒരു കൊടും ക്രൂരത ഇപ്പോൾ എല്ലാം ഒരു നോർമലൈസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നിലവിലുള്ളത്. ഡൊണാൾഡ് ട്രംപിനെ ഇത്രമേൽ പുകഴ്ത്തുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒരു ഭാഗത്ത് കാണാം. നെതന്യാഹുവിനെ പുകഴ്ത്തുന്ന ഡൊണാൾഡ് ട്രംപിനെ നമ്മൾക്ക് കാണാം. അതേപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആഗോള മാധ്യമങ്ങളെ നമ്മൾക്ക് കാണാം. വലതുപക്ഷ മീഡിയയുടെ അതിപ്രസരണവും നമ്മൾ കാണുകയാണ്. പക്ഷേ ആരാണ് ഈ യുദ്ധം തുടങ്ങിയത്? ആരാണ് ഈ ഇത്രയും മനുഷ്യരെ കൂട്ടമായി കൊന്നുകളഞ്ഞത്? ഫലസ്തീനിൻ്റെ മണ്ണിലേക്ക് അധിനിവേശം ആദ്യം തുടങ്ങിയതാരാണ്? അതിനുശേഷം 67,000-ഓളം മനുഷ്യരെ കൊല്ലാനുള്ള അനുമതി നൽകിയതാരാണ്? കൃത്യമായി പറഞ്ഞാൽ ഇസ്രയേലും. ആ ഇസ്രയേലിന് എല്ലാ ആയുധവും ചെലവും കൊടുത്ത് അതിന് നേതൃത്വം നൽകിയത് അമേരിക്ക തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് കൂടി അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ആഗോള മാധ്യമങ്ങളും തീവ്ര വലതുപക്ഷങ്ങളും ഇപ്പോൾ പറയുന്നത് സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് വിരിയിക്കുന്ന മാലാഖയായി ഡൊണാൾഡ് ട്രംപ് മാറിയെന്നാണ്. എന്നാൽ ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള കൊളുത്തി വെച്ചിട്ടുള്ള ഭീകരതയുടെ മുഖത്തെ ലോകം പെട്ടെന്നൊന്നും മറക്കുകയില്ല. ആ ഭീകരതയുടെ അല്ലെങ്കിൽ കൊടും ക്രൂരതയുടെ പൈശാചിക മുഖഭാവമായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ക്രൂരമായ ചെയ്തികൾ ലോകം കണ്ടിടത്തോളം മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇസ്രയേൽ നിങ്ങൾ ഏറ്റവും ക്രൂരതയുടെ വന്യമായ മുഖമാണെന്ന്. അള്ളാഹു ഫലസ്തീനികൾക്ക് ഇനിയും സമാധാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും.